السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقنا منها وحملها الإنسان إنه كان ظلوما جهولا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاكرين من الشاهدين. الحمد لله رب العالمين. وقال حبيبنا رسول الله صلى الله عليه وسلم لا تقوم الساعة حتى يتقارب الزمان. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൻ നഈമിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അറിഞ്ഞും അറിയാതെയും പരസ്യമായും രഹസ്യമായും ചെയ്തു പോയ ധാരാളം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച കൂടിയും സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിച്ചു. നാഥൻ കബൂൽ ചെയ്യുമാറാകട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസങ്ങളും കഴിയും തോറും പൊതുവെ തിരക്കുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ മനുഷ്യരും തിരക്കുകൾക്കിടയിലൂടെയാണ് അവന്റെ ജീവിതം കൊണ്ടുപോകുന്നത്. ഒരു ജോലിയുമില്ലാതെ ഒരു പണിയുമില്ലാതെ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന ആളോട് ചോദിച്ചാലും അവര് പറയുന്നത് സമയമില്ല എന്നാ പറയുന്നത്.
അപ്പൊ പിന്നെ വലിയ വലിയ തസ്തികകളിൽ ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിക്കേണ്ട കാര്യം തന്നെ ഇല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ബിസിയാണ്, അവൻ തിരക്കുകളാണ്. അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഒരു കാര്യത്തിലും സമയം തികയാത്ത അവസ്ഥയാണ് മനുഷ്യനുള്ളത്. ഒരു കാര്യത്തിലും കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിയുന്നുമില്ല. കല്യാണം പോലെ, രോഗസന്ദർശനം പോലെ, മരണ ആവശ്യങ്ങൾ പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും യോഗങ്ങൾ പോലെ, ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് പോലെ, ഇതൊക്കെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് ചെല്ലുന്നത്. കൃത്യമായി ഒരു സ്ഥലത്ത് നമ്മൾ കൃത്യമായി എത്തിയിട്ടുണ്ടോ, ഈ അടുത്ത കാലത്തെങ്ങാനും നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇന്നേ വരെ കൃത്യമായ ഒരു സമയം നമ്മൾ പാലിച്ചിട്ടില്ല എന്നുള്ളത്. എന്താണ് ഇതിന്റെ അവസ്ഥ? എന്താണ് ഇങ്ങനെ മനുഷ്യന് സമയം കിട്ടാത്തത്? അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്ന സ്ഥലത്തില് അവനക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കാരണം എന്താണ് എന്നൊന്ന് നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാട് അങ്ങനെയാണ്, മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടം അങ്ങനെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിലൂടെയാണ് ഓരോ മനുഷ്യനും അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ യതഖാറബ അസ്സമാൻ. ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഹത്താ യതഖാറബ അസ്സമാനു, കാലഘട്ടം അവനിലേക്ക് അടുത്തു വരുന്നത് വരെ. ഒരു പ്രത്യേകമായ കാലഘട്ടം അവനിലേക്ക് അടുത്തു വരും. ഒന്നിനും സമയം കിട്ടാത്ത സമയം, അതിവിദൂരമാകേണ്ട സമയം അവന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്നതായ ഒരു സമയമുണ്ട്. അങ്ങകലെ ദൂരെ നിൽക്കേണ്ട പല സമയങ്ങളും തൊട്ടടുത്ത് അവന്റെ അരികിൽ വന്നു നിൽക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾ മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഅ്മിനീങ്ങളെ, മനസ്സറിഞ്ഞുകൊണ്ട് ചിന്തിച്ചു നോക്കണം, മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തഖൂമു സ്സാഅതു ഹത്താ യതഖാറബ അസ്സമാൻ. ഖിയാമത്ത് നാളിനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. എവിടെയാണെന്നറിയുമോ? ഹത്താ യതഖാറബ അസ്സമാൻ. സമയം കിട്ടാത്ത ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് വരുന്നതാണ്. പ്രവാചകൻ അതിനെ വിശദീകരിച്ച് നമുക്ക് തരുന്നു. ഫതകൂനു സനതു കശഹരി, ഫതകൂനു സനതു കശഹരി. മാസങ്ങൾ വർഷങ്ങൾ മാസങ്ങൾ പോലെ നീങ്ങുന്നതാണ്. പ്രവാചകൻ പറയാം, ഫതകൂനു സനതു കശഹരി, വർഷങ്ങൾ മാസങ്ങൾ പോലെ നീങ്ങി പോകുന്നതാണ്. 2024 നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത് മാസം കഴിഞ്ഞു പോകുന്നത് പോലെയാണ്. 2025 വരവേറ്റവരാണ് നമ്മൾ. ഇന്ന് മാസം എത്രയാണ്? ഇന്ന് നവംബർ തീരാറായി. അടുത്ത ഒരു മാസം കൂടി കഴിഞ്ഞാൽ 2025 നമ്മൾ നഷ്ടപ്പെട്ടു പോയി. വർഷങ്ങൾ മാസങ്ങൾ പോലെ നിങ്ങളിലേക്ക് കടന്നു വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വശഹറു കൽ ജുമുഅ. എന്നാൽ മാസങ്ങളോ ആഴ്ചകളെ പോലെ നിങ്ങളിൽ നിന്ന് കടന്നു പോകുന്നതാ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഇവിടെ ചേർന്നതാ. ഈ വെള്ളിയാഴ്ച എത്ര പെട്ടെന്ന് വന്നത്? കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് വേണ്ടി നഖം മുറിച്ചതും
അതിനുവേണ്ടി ഒരുക്കങ്ങളൊക്കെ നടത്തിയതൊക്കെ എത്ര പെട്ടെന്ന് അടുത്ത വെള്ളിയാഴ്ച വന്നത്. കശ്ശഗിരി മാസങ്ങളുണ്ടല്ലോ, മാസങ്ങൾ ആഴ്ചകളെ പോലെ വരുന്നതാ. എന്നാൽ വെള്ളിയാഴ്ച ആഴ്ചകൾ ദിവസങ്ങളെ പോലെ നീങ്ങുന്നതാ. ഇന്നലെ വെള്ളിയാഴ്ച ആഘോഷിച്ചതുപോലെയാണ് ഇന്ന് വെള്ളിയാഴ്ച ആഘോഷിക്കുന്നത്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞ് 1, 2, 3 ആയിട്ട് അടുത്ത വെള്ളിയാഴ്ച വരും. എത്ര പെട്ടെന്നാണ് ആഴ്ചകൾ പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്നാൽ ദിവസങ്ങളുണ്ടല്ലോ മണിക്കൂറുകൾ പോലെ പോകുന്നതാ. പ്രവാചകന്റെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പുന്നാര നബിതങ്ങൾ പ്രഖ്യാപിച്ചതാണ്. നമ്മൾ ഇന്ന് പലപ്പോഴും പറയുന്നുണ്ട് എത്ര പെട്ടെന്ന് മാസം പോയത് ഇല്ലേ. നമ്മൾ പരസ്പരം കൂടിയിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട്, വാപ്പ മരിച്ചിട്ട് 1 കൊല്ലായി അല്ലെങ്കിൽ 2 കൊല്ലായി, എത്ര പെട്ടെന്നാ വർഷം പോയത്. ഇത് വരുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ദിവസങ്ങൾ ഉണ്ടല്ലോ മണിക്കൂറുകൾ പോലെ പോകുന്നതാ. എന്നാൽ അതാ മണിക്കൂറുകൾ തീപ്പൊരി പോലെ പോകുന്നതാ. തീ കത്തിക്കുമ്പോ അതിൽ നിന്ന് തെറിച്ചു വീഴുന്ന തീപ്പൊരി ഒന്നാളി ഒന്നണഞ്ഞങ്ങോട്ട് പോകും. അത്ര സമയം കൊണ്ട് മണിക്കൂറുകൾ നമ്മൾ ഇന്ന് പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുകയാണ്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? എന്താണ് അതിന്റെ കാരണം? ഇതിനെക്കുറിച്ച് മനുഷ്യരൊന്ന് ചിന്തിക്കണം. മനുഷ്യൻ വെറുതെ ഇങ്ങനെ പണിയെടുത്ത് അധ്വാനിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കാമെന്ന് കരുതരുത്. എന്തുകൊണ്ടാണ് ഈ ആഴ്ചകളും ഈ മണിക്കൂറുകളും ഈ മാസങ്ങളും ഈ കൊല്ലങ്ങളും മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്താണ് അതിന്റെ കാരണം? എന്താണ് അതിന്റെ പരിഹാരം? ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവനായിരിക്കണം മുഅ്മിനീങ്ങളായ മനുഷ്യരെന്ന് പറഞ്ഞാൽ. മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ തിരക്കുകളുടെ മറ്റൊരു കാരണം അവന്റെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായ വലിയ മാറ്റങ്ങളാണ്. ജീവിത സാഹചര്യങ്ങൾ, ഇന്നുള്ള സാഹചര്യമല്ല നാളെ വരുന്നത്. ഇന്നുള്ള തിരക്കല്ല മനുഷ്യന് നാളെ വരുന്നത്. ഓരോ ദിവസം കഴിയും തോറും മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളും ജീവിത ശൈലികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വരുമാന മാർഗങ്ങളിൽ വന്ന് സംഭവിച്ചു പോയ മാറ്റങ്ങളാണ്. പഴയ കാലത്തെ പോലെ വരുമാന മാർഗങ്ങൾ മനുഷ്യനില്ല. അതിനെ അപേക്ഷിച്ച് വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുകൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ ജീവിത ചെലവിനെ മറികടക്കാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോൾ അവന്റെ സമയങ്ങളും അവന്റെ ആയുസ്സും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവൻ ചിന്തിക്കുന്നതേ ഇല്ല. പഴയ കാലത്തെ പോലെ ഒരു കൃഷി ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് ആർക്കും സാധിക്കില്ല. കൃഷി ചെയ്ത് ജീവിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇന്ന് അവരെവിടെ? ആ വരുമാനത്തിൽ നിന്ന് ജീവിക്കാൻ അവർക്ക് സാധ്യമല്ലാത്ത കാലഘട്ടമാണ്. വരുമാനത്തിൽ കൂടുതൽ ചെലവ് സംഭവിച്ചു പോവുകയാണ്. ഇതിനെ മറികടക്കാനാണ് മനുഷ്യൻ ഓരോ സമയത്തും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്ക്, ഇന്ന് നമ്മളിന്നൊരു വാഹനം എടുത്തുകൊണ്ട് നമ്മുടെ അടുത്ത പട്ടണമായ ആലുവയിൽ ഒന്ന് പോയി വരണമെങ്കിൽ കേവലം 7-8 കിലോമീറ്റർ ഉള്ള ഈ ആലുവയിൽ ഒന്ന് പോയി വരണമെങ്കിൽ എത്ര സമയമെടുക്കും? ഒരു 10 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് പോയി വരേണ്ട സമയം ഇന്ന് കേവലം ഒരു ആലുവയിൽ പോയി വരണമെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും എടുക്കും. ഒരു വൈകുന്നേര സമയങ്ങളൊക്കെ ആണെങ്കിൽ പറയോ വേണ്ട, മനുഷ്യൻ തിരക്ക് പിടിച്ച ഓട്ടമാണ്. ഈ ഓട്ടത്തിനിടയിൽ മറ്റുള്ളവനെ പരിഗണിക്കാൻ പറയും മനുഷ്യന് സമയമില്ല. നമ്മുടെ തരട്ടിക്കടവ് ജംഗ്ഷനിൽ നിന്ന് ഒരു വണ്ടിയുമായി പോകുന്നവൻ
അവിടെ ചെന്ന് ആ റോഡിൽ നിന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ 10 മിനിറ്റ് എടുക്കും. അത്രയും വണ്ടി തിരക്കുകളാണ്. നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ എതിരെ വരുന്ന വണ്ടിക്കാരന് ചവിട്ടി തരാനുള്ള മനസ്സ് അവനിക്കില്ല. കാരണം അവനും തിരക്കിലാണ്. സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് അവനും വ്യാകുലതയിലാണ്, നമ്മളും വ്യാകുലതയിലാണ്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് മുന്നേറി മുൻകടന്നു പോകാൻ നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ വരുമാനത്തിനെ മറികടക്കാൻ മനുഷ്യൻ പെടാപ്പാടുപെടുന്ന ഒരു കാലഘട്ടമാണ്. ഇത് വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകി. മനുഷ്യന് സമയം കിട്ടില്ല. വർഷങ്ങൾ മാസങ്ങൾ പോലെ, മാസങ്ങൾ ആഴ്ചകൾ പോലെ, ആഴ്ചകൾ ദിവസങ്ങളെ പോലെ, ദിവസങ്ങൾ മണിക്കൂറുകൾ പോലെ, മണിക്കൂറുകൾ ഒരു തീപ്പൊരി അണഞ്ഞു പോകുന്ന വേഗത്തിൽ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇതിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചു പിടിക്കേണ്ട അല്ലാഹുവുമായിട്ടുള്ള ബന്ധത്തെ അവൻ മാറ്റിവെക്കുകയാണ്. നമ്മുടെ സമയങ്ങൾ അല്ലാഹുവിനു വേണ്ടി, അവന്റെ ജോലി അവൻ മാറ്റിവെക്കാൻ തയ്യാറല്ല. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വേണ്ടി, അവന്റെ ഇബാദത്തുകളിലേക്ക് വേണ്ടി, അവന്റെ ജോലി തിരക്കുകളെ മാറ്റിവെക്കാൻ അവൻ ഒരുക്കമല്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തിരക്കുകൾക്കിടയിലൂടെ നമ്മൾ പായുമ്പോഴും, തിരക്കുകളെ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അവന്റെ ഇബാദത്തുകളിൽ എത്രമാത്രം അവൻ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നത്, നിങ്ങൾ തിരക്ക് പിടിച്ചോ, ജോലി ചെയ്തോ, പക്ഷേ അല്ലാഹുവിനെ മറന്നുകൂടാ. അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിനെ മറന്നുകൂടാ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ നമ്മൾ എടുക്കുന്നത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. ആ നിസ്കാരത്തിന് പോലും നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒക്കെ നിങ്ങൾ ആകെ നമ്മുടെ ജീവിതത്തിൽ 7 ദിവസം കൂടുമ്പോൾ കിട്ടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളത്. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ 7 ദിവസം 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസമായിട്ട് വെള്ളിയാഴ്ച വരുന്നത്. അതോ ഒരാഴ്ച മുമ്പ് നമുക്ക് അറിയിപ്പ് കിട്ടും, അടുത്ത വെള്ളിയാഴ്ച ഇന്ന ദിവസമാണ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. എന്നാലും ആ വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരുങ്ങി നേരത്തെ വരാൻ നമ്മൾ തയ്യാറാവില്ല. അവിടെ മനുഷ്യൻ തിരക്കിലാണ്, ഇബാദത്തുകളിൽ മനുഷ്യൻ തിരക്കിലാണ്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തെ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് അസ്ർ നമസ്കാരം കഴിഞ്ഞ് ഇരിക്കുന്ന സന്ദർഭം, അസ്ർ നമസ്കാരം കഴിഞ്ഞ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാ. സഹാബത്തിന് വലിയ ആശ്ചര്യമായി പോയി. ഒരിക്കലും പ്രവാചകൻ അങ്ങനെ ചെയ്യാറില്ല. അസ്റിന് ശേഷം ഒരു നമസ്കാരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവരാറില്ല. പ്രവാചകൻ സഹാബത്തിന് വളരെയധികം ആശ്ചര്യമായി പോയി, അത്ഭുതപ്പെട്ടു പോയി. ഈ ഹദീസിനെ മഹാനായ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഅദൽ സല്ലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ അസ്രി റക്അതൈൻ. അസ്ർ നമസ്കാരം കഴിഞ്ഞു, പ്രവാചകൻ 2 റക്അത്ത് നിസ്കരിച്ചു. അസ്റിന് ശേഷം പ്രത്യേക നിസ്കാരമൊന്നുമില്ലല്ലോ, നമ്മൾ ചെയ്യാറില്ല, ഇല്ലല്ലോ, സ്വഹാബത്തും ചെയ്യാറില്ല. പക്ഷെ പ്രവാചകൻ അവിടെ നമസ്കരിച്ചു 2 റക്അത്ത്. എന്താണത്? സ്വഹാബത്തൊക്കെ ഭയങ്കര അത്ഭുതമായി പോയി. നിബിധങ്ങൾ നമസ്കാരമൊക്കെ കഴിഞ്ഞെന്നു ഫ്രീ ആയ സമയത്ത് ചോദിച്ചു, അല്ലയോ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ പതിവില്ലാതെ അസ്റിന് ശേഷം 2 റക്അത്ത് അങ്ങ് നമസ്കരിക്കാനുള്ള കാരണം എന്താ? പ്രവാചകൻ അവിടെ മറുപടി പറയുകയാ, വഖാല ശഗലനി നാസും മിൻ അബ്ദുൽ ഖൈസ് അനി റക്അതൈനി ബഅദ ളുഹർ. പ്രവാചകൻ അവിടെ മറുപടി പറയുകയാ, ഇന്നേ ദിവസമുണ്ടല്ലോ അബ്ദുൽ ഖൈസിന്റെ നിവേദ സംഘം ളുഹർ നമസ്കാരത്തിന് ശേഷം എന്റെ അടുത്ത് വന്നിരുന്നു. അബ്ദുൽ ഖൈസിന്റെ ഒരു നിവേദ സംഘം ളുഹർ നമസ്കാരത്തിന് ശേഷം എന്റെ അടുക്കൽ വന്നു.
നിസ്കാരം കഴിഞ്ഞ് ഇരുന്ന സമയത്താണ് അവർ വന്നത്. എന്നോട് അവർ സംസാരിച്ചുകൊണ്ടിരുന്നു, ദീനിനെ കുറിച്ച് അവർ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവരുമായി ഇൽമു പഠിക്കലും പഠിപ്പിക്കലും ഒക്കെയായി ഞാൻ ജോലിയായി പോയി. ശഗലിനി, ഞാൻ ജോലിയായി പോയി. ആ പഠിത്തം, ആ സംസാരം അസ്റിന്റെ ബാങ്ക് വരെയും നീണ്ടുപോയി. പ്രവാചകൻ പറയുന്നു, ആ സമയത്തിലുണ്ടല്ലോ ദുഹറിന്റെ ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല. സുന്നത്തിന്റെ വിഷയമായിട്ട് പറഞ്ഞത്, ഫർളിന്റെ അല്ല. ദുഹർ നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് മോക്കതായ 2 റക്അത്ത് ഉണ്ട്. 4 റക്അത്ത് റസൂലുള്ളാഹി നിത്യമേന നിസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ മുഅക്കദായ 2 റക്അത്ത്, വളരെയധികം പുണ്യമുള്ള 2 റക്അത്ത്, അതെനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല. കാരണം എന്തേ? ഇത്ര വഴിദൂരം, വലിയ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ദൂരത്തു നിന്ന് വന്നവരാണ് അബ്ദുൽ ഖൈസും നിവേദ സംഘവും. അപ്പൊ അവരുമായി അവരെ ഒരു ടൈം മാറ്റി വെച്ചു കൊടുക്കാൻ അവർക്ക് പറ്റൂല. കാരണം അവർ ക്ഷീണിതനാണ്. അവർ വന്ന കാര്യം കഴിഞ്ഞ് അവർക്ക് തിരിച്ചവരെ നാട്ടിലേക്ക് എത്തുകയും വേണം. അതുകൊണ്ട് അവരെ പരിഗണിച്ചുകൊണ്ട് ളുഹറിന് ശേഷം ഞാൻ അവരുമായി സംസാരിച്ചിരുന്നു. അങ്ങനെ ആ സംസാരം നീണ്ടുപോയി. അസറിന്റെ ബാങ്ക് കൊടുത്തു. ആ സമയത്ത് ഞാൻ ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല. അതെനിക്ക് ഓർമ്മ വന്നത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് അസർ നമസ്കരിച്ചിട്ട് ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. കേവലം ഒരു സുന്നത്തിന്റെ കാര്യത്തിൽ പ്രവാചകൻ കാണിച്ച കനിഷ്ഠത, അതാ പ്രവാചകന്റെ സ്വഹാബിമാരിലും ഉണ്ടായിരുന്നു. ആ പ്രവാചകന്റെ സ്വഹാബിമാരിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൃത്യമായ ഗുണങ്ങൾ, ആ പ്രവാചകന്റെ കൃത്യമായ സ്വഭാവങ്ങൾ അവർ ജീവിതത്തിൽ കാണിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ തിരക്കുകൾക്കിടയിലും അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്തുകൾ ചെയ്യാനും നമുക്ക് സമയം കണ്ടെത്തിയേ പറ്റൂ. എല്ലാരും തിരക്ക് പിടിച്ച് ഓടുന്ന സമയമാണ്. ഈ സമയത്തിലും അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഈ കൃത്യമായ റൂട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടുപോകാൻ നാം തയ്യാറാകണം. അതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്ന അസ്വഅന്നാസി സിർകത്തല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി. തങ്ങൾ പറയുന്നു, ഇന്ന അസ്വഅന്നാസി സിർക, ജനങ്ങൾ വെച്ച് ഏറ്റവും വലിയ കള്ളനാരാണെന്ന് നിങ്ങൾക്കറിയുമോ? പ്രവാചകൻ പറയാ, ഏറ്റവും വലിയ കള്ളൻ, ഏറ്റവും വലിയ കടത്തുകാരനാരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്ന് കള്ളത്തരത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന നിങ്ങൾക്ക് ഇപ്പൊ കള്ളം എന്താന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ കട്ടുകൊണ്ടു പോകുന്ന ആളാരാ? നമ്മുടെ രാജ്യം തന്നെ കട്ടുകൊണ്ടു പോവാ. വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളും നടന്നുകൊണ്ടിരിക്കുക. വോട്ട് ചോരി, വോട്ട് ചോദിച്ച 50 ലക്ഷം 60 ലക്ഷം ഒക്കെ വോട്ട് കള്ള വോട്ട് ചെയ്ത് ആളുകളെ, അത് ബ്രസീൽ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് വോട്ട് ചെയ്തു പോകുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. എന്നാ പ്രവാചകൻ പറയുന്നു, ജനങ്ങൾ വെച്ച് ഏറ്റവും വലിയ കള്ളനാരാ, ഏറ്റവും കൂടുതൽ കത്തുന്നതാരാ? പ്രവാചകൻ പറയുന്നു, നമസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്നവനാ. കണ്ടോ? നമസ്കാരത്തിൽ നിന്ന് മോഷണം നടത്തുന്നവനാണ് ജനങ്ങൾ വെച്ച് ഏറ്റവും മോശമായ കള്ളൻ. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, എങ്ങനെയാ നമസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുക? ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ, അവനവന്റെ റുകൂഇനെ പൂർത്തിയാക്കുന്നില്ല. ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ, അവന്റെ റുകൂഅ്, അവന്റെ സുജൂദ്, അവന്റെ ഇരുത്തം, എന്നിട്ട് സമയമില്ല, തിരക്കാണ്. ആ സമയത്ത് വരെയും അള്ളാഹുവിനെ ഓർക്കുവാൻ അവനക്ക് സമയമില്ല, അവൻ തിരക്കിലാണ്. എന്ത് തിരക്ക്? ഈ തിരക്ക് എവിടെ ചെന്ന് അവസാനിക്കും? മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മുമ്പിൽ പോയിരുന്നെന്ന് നോക്കണം. തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരുന്നവനാണ്, നിലത്ത് നിൽക്കാൻ സമയമില്ലാത്തവനായിരുന്നു. അവനിന്ന് യാതൊരു തിരക്കുമില്ല, അവനിന്ന് യാതൊരു രുചിയുമില്ല, അവനൊന്നും നടന്നു പോകാൻ സാധിക്കുകയില്ല. മറ്റുള്ളവന്റെ സമയത്തെ നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അവസ്ഥ. ആ സമയം എത്തുമ്പോഴാണ് മനുഷ്യന്റെ തിരക്കൊക്കെ അവസാനിക്കൂ. അത് വലിയ മനുഷ്യൻ തിരക്കാണ്.
ആ തിരക്ക് ആകെ ചെയ്യുന്ന ഒരു ഇബാദത്ത് നിസ്കാരം. ആ നിസ്കാരത്തിലേക്കും കൊണ്ടുവരും. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞു നിങ്ങളോട്, നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു വൈലെന്ന നരകം കരുതി വച്ചിട്ടുണ്ട്. ആരാണ് ആ വൈലെന്ന നരകത്തിൽ പോകുന്നത്? മഹാരഥന്മാരായ ആളുകൾ പറയുന്നു, നമസ്കാരത്തെ കൃത്യമായി നിർവഹിക്കാത്തവനാണ്. കൃത്യമായി നമസ്കാരത്തെ ചെയ്യാത്തവനാ. അല്ലാതെ നമസ്കാരത്തിൽ വരുന്ന അശ്രദ്ധയില്ല. നമസ്കാരത്തെ കൈയിട്ട് കഴിഞ്ഞാൽ പലർക്കും പല ചിന്തകളും വരും. സ്വാഭാവികമാണ്. അവരെല്ലാം അവിടെ പറയുന്നത് മഹാരഥന്മാരായ ആളുകൾ, തഫ്സീർ വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത്, നമസ്കാരത്തെ സമയത്തെയും വിട്ട് പിന്തിക്കുന്നവനാണ്, അവനാണ് വൈലെന്ന നരകം എന്ന് പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്റെ അടുക്കൽ നിന്ന് ചോദിച്ച അനുയായിയോട് പ്രവാചകൻ പറഞ്ഞത്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്. നബിയെ, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ് നബിയെ? ആ ചോദ്യത്തിൽ 2 അർത്ഥമുണ്ട്. ഒന്ന് അമൽ ഏതാണ്, ഒന്ന് ആ മനുഷ്യൻ ഏതാണ്. ഏറ്റവും നല്ല അമൽ ഏതാണ്, ആ അമൽ ചെയ്യുന്ന മനുഷ്യൻ ഏതാണ് എന്നാ ചോദ്യം. പ്രവാചകൻ അവിടുന്ന് കൊടുത്ത മറുപടി, ഖാല അസ്സലാത്തു അലാ വഖതിഹാ. നമസ്കാരത്തെ അവന്റെ അവ്വലു വഖത്തിൽ അത് നിർവഹിക്കുന്നവനാണ്. ചില ആളുകൾക്ക് അതിൽ കൃത്യതയാണ്. ചില ആളുകൾക്ക് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ യാത്ര പോയപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നാടൻ, ഞാൻ ബാങ്ക് കൊടുത്തപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് ഇച്ചിരൂടെ പോയിട്ട് നിസ്കരിക്കാമെന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞു. ഒരു നാടനാ പറഞ്ഞത്. ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചു, എത്ര ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. ചില ആളുകൾ അവന്റെ ജീവിതത്തിൽ വിജയമുണ്ട്. ഞാൻ അന്ന് ആ മനുഷ്യനെ കുറിച്ചൊന്ന് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സമ്പന്നനൊന്നുമല്ല, പക്ഷെ സമാധാനം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനാണ് ശരിക്കും ആസ്വദിക്കുന്നവൻ. വലിയ സമ്പത്തൊന്നുമില്ല, വലിയ കാറൊന്നുമില്ല, പക്ഷെ എപ്പോ ചോദിച്ചാലും അൽഹംദുലില്ലാ എനിക്ക് സമാധാനം ഉണ്ടെന്ന് പറയുന്ന ഒരാളാണ്. എന്തേ കാരണം? കൃത്യമായി നമസ്കാരം കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 5 വഖത്ത് നമസ്കാരം. അതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 5 നേരം കുളിക്കുന്നവന്റെ ശരീരത്തിൽ ഒരു അഴുക്ക് നിൽക്കൂല. അതുപോലെയാണ് 5 വഖത്ത് നമസ്കരിക്കുന്നവൻ. അവന്റെ മനസ്സിലും അവന്റെ ചിന്തയിലും അവന്റെ പ്രവൃത്തിയിലും ഒരു അഴുക്കും ഉണ്ടാവൂല, ഒരു തെറ്റും ഉണ്ടാവൂല. അവന്റെ ഹൃദയം ശുദ്ധമാകും നിസ്കാരം കൃത്യമായി കൊണ്ട് നടന്നാൽ. അവ്വലു വഖതിഹ, അത് കൃത്യമായി അവ്വലു വഖത്തിൽ നിർവഹിക്കണം. നമ്മളൊക്കെ നിസ്കരിക്കുന്നവരായിരിക്കും, കച്ചവടത്തിന്റെ പേര് പറഞ്ഞ്, യാത്രയുടെ പേര് പറഞ്ഞ് നിസ്കാരങ്ങളൊക്കെ പിന്തിരിക്കുന്നവരാണ്. അസറിനോട് ചേർത്ത് ളുഹർ നിസ്കരിക്കുന്നവരാണ്, മഗ്രിബിനോട് ചേർത്ത് അസർ നിസ്കരിക്കുന്നവരാണ്. എന്തിനാണ് എന്നിട്ട് അതൊക്കെ? ആർക്കാണത് വേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, തിൽക സലാത്തുൽ മുനാഫിഖി. മുനാഫിക്കിന്റെ നിസ്കാരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? യജ്ലിസു യർകുബു ശംസ ഹത്താ ഇദാ കാനത് ബൈന ഖർനൈ ശൈത്വാൻ. അവനവന്റെ നമസ്കാരത്തെ പിന്തിക്കും, സൂര്യാസ്തമയത്തിലേക്ക് വരെയും അവന്റെ നമസ്കാരത്തെ അവൻ പിന്തിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അവൻ ആ സമയത്ത്, ആ നമസ്കാരം നഷ്ടപ്പെടുന്ന സമയത്ത് കൊക്കുകൊണ്ട് അവൻ പക്ഷികൾ കൊത്തിയെടുക്കുന്നത് പോലെ അവന്റെ നമസ്കാരത്തെ അവൻ സുജൂദിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമസ്കരിക്കുന്നവൻ അവൻ മുനാഫിക്കിന്റെ അടയാളമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ലാ യദ്കുറുല്ലാഹ ഫീമാ ഇല്ലാ ഖലീലാ. ആ നമസ്കാരത്തിൽ അല്ലാഹുവിനെ വളരെ കുറച്ചല്ലാതെ അവൻ ചിന്തിക്കുന്നില്ല, അവൻ ഓർക്കുന്നില്ല. അല്ലാഹുവുമായിട്ടുള്ള മുനാജാത്താണ് നമസ്കാരം എന്നുള്ളത്. ആ മുനാജാത്തിൽ അല്ലാഹുവിനെ ഓർക്കാനല്ലാതെ പിന്നെ അവൻ എന്തിനാണ് നമസ്കരിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്. ഈ തിരക്ക് പിടിച്ച സമയത്തും ഈ ജീവിതത്തിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മാറ്റിവെക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് മുനാഫിക്കിന്റെ അടയാളമായി നാം കാണേണ്ടതാണ് എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര തിരക്കാണെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഇബാദത്തുകൾ, ഈ തിരക്കുകളൊക്കെ അവസാനിച്ച് 6 അടി മണ്ണിലേക്ക് നമ്മളെ കൊണ്ടുപോയി കിടത്തുമ്പോൾ ഈ തിരക്കുകളോ, ഈ കൂട്ടുകാരോ, ഈ ഫ്രണ്ട്സോ, ഈ രാഷ്ട്രീയക്കാരോ, ഈ സമൂഹമോ നമ്മുടെ കൂടെ വരില്ല. നമ്മൾ ചെയ്ത അമലുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ അമലായിരിക്കും നമുക്ക് കൂട്ടിന് വരിക. ഖബറാളികൾ കിടക്കുന്ന സമയത്ത് ആ മരിച്ചു കിടക്കുന്ന ആളുടെ അടുക്കൽ
വലിയ ചരിത്രമാണ്. ചുരുക്കി പറയാണ്, ആ കിടക്കുന്ന ആളുടെ അടുക്കൽ വളരെ സുന്ദരനായ, കാണാൻ നല്ല ചുറുക്കുള്ള ഒരു മനുഷ്യൻ വന്നിരിക്കുന്നത് ഈ കബറാളി കാണാണ്. ഈ മനുഷ്യൻ എഴുന്നേറ്റ് ചോദിക്കും, ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, ഇവിടെ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, ഭൂമി ലോകത്ത് വെച്ച് നീ ചെയ്തു വെച്ച അമലുകൾ ഉണ്ടല്ലോ, നീ ചെയ്തു വെച്ച നന്മകൾ ഉണ്ടല്ലോ, അത് അല്ലാഹു തആല നിനക്ക് കൂട്ടിനായി എന്നെ അയച്ചതാണെന്ന് ആ മനുഷ്യൻ മറുപടി പറയും. ആ ഒരു അവസ്ഥയിൽ എത്തണമെങ്കിൽ നമ്മുടെ ഇബാദത്തുകളിൽ നാം കൃത്യമായി ശ്രദ്ധ പുലർത്തണം. പ്രത്യേകിച്ച് നമസ്കാരം പോലെയുള്ള കൃത്യമായി ശ്രദ്ധ പുലർത്തിയാൽ മാത്രമേ അള്ളാഹുവിന്റെ മുമ്പിൽ യഥാർത്ഥമായ മുഅ്മിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു സംഭവം, ആ ഒരു ചരിത്രം, ആ ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കൃത്യമായി ഇബാദത്തുകളിലൂടെ എത്ര തിരക്കാണെങ്കിലും അള്ളാഹുവിലേക്ക് അടുത്തു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.